തിയോഫിൻ, തൃശ്ശൂരിൽ പലയിടങ്ങളിലും മഴയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നഗരത്തിലെ സ്ഥിതി എന്താണ്? ഒപ്പം തന്നെ ഇന്നലത്തെ പോലെ തന്നെയാണോ, ഇന്നലത്തെ പോലെ ശക്തിയുണ്ടോ ഇന്നത്തെ മഴയ്ക്ക്? മനു, ഇന്ന് മഴ പൊതുവെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ നമുക്ക് നൽകാനുള്ളത് തൃശ്ശൂർ നഗരത്തിൽ ഒരു മരം വീണിരിക്കുന്നു. 2 പെട്ടി ഓട്ടോറിക്ഷകൾക്ക് മുകളിലേക്കാണ് ഈ മരം വീണത്. തൃശ്ശൂരിലെ ജില്ലാ ആശുപത്രിയുടെ അരികിലൂടെയുള്ള റോഡാണത്. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്ന റോഡ്. ഇവിടെ ഒരു മരം അല്പസമയം മുൻപ് മരം പിളർന്ന അതിൻ്റെ ഒരു ഭാഗം ഇവിടെ താഴെ പാർക്ക് ചെയ്തിരുന്ന റോഡിൽ പാർക്ക് ചെയ്ത 2 പെട്ടി ഓട്ടോറിക്ഷകൾക്ക് മുകളിലേക്ക് വീണു. ഈ 11 kV ലൈനിൽ ഉൾപ്പെടെ ഈ ഭാഗത്തുള്ള വൈദ്യുത കമ്പികൾ മുഴുവൻ അതിന് മുകളിൽ കൂടിയാണ് ഈ മരം വീണത്. ഇവിടെയുള്ള വൈദ്യുത ബന്ധം ആകെ തകരാറിലായിട്ടുണ്ട്. മരം ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ മുറിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലാകെ തന്നെ മഴയുണ്ട്. മഴയുടെ തീവ്രത അല്പം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മഴ തുടർച്ചയായി തന്നെ രാവിലെ മുതൽ മഴയുണ്ട്. രാവിലെ ഏറെ സമയം 1 മണിക്കൂറിലധികം സമയം മഴ മാറി നിന്നെങ്കിലും ഇപ്പോൾ മഴ തുടർച്ചയായി തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ മഴയുടെ ശക്തിക്ക് അല്പം കുറവുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയോളം ശക്തിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചെറിയ സംഭവങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പലയിടത്തും ചെറിയ രീതിയിൽ മരക്കൊമ്പുകൾ അടർന്നു വീഴുന്നുണ്ട്. ഇവിടെ ഒരു മരം, ഒരു വലിയൊരു മരം അത് പിളർന്നാണ് വീഴുന്നത്. ഈ മരത്തിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് നേരത്തെ നമ്മൾ കാണുമ്പോൾ തന്നെ ഈ ദൃശ്യത്തിൽ തന്നെ നമുക്കത് വ്യക്തമാണ്. ഈ മരത്തിൻ്റെ താഴ്ഭാഗത്ത്, കടഭാഗത്ത് വലിയ വണ്ണമുള്ള മരം, അതിൻ്റെ ഉൾഭാഗത്ത് അതിന് കാമ്പില്ലാത്തൊരു മരം, അതായത് കാതലില്ലാത്ത മരമായിരുന്നു. അതാണ് അല്പസമയം മുൻപ് ഈ പിളർന്ന് ഒരു വശത്തേക്ക് വീണത്. അതിന് മരത്തിൻ്റെ ബാക്കി ഭാഗം ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മരങ്ങൾ ധാരാളം തൃശ്ശൂർ നഗരത്തിലുണ്ട്. ഈ വലിയ ഉറപ്പുള്ള തടിയല്ല ഇതെല്ലാം കാറ്റടിക്കുമ്പോഴും വലിയ മഴ നനഞ്ഞ്, അതല്ലെങ്കിൽ ഈ മരത്തിന് പ്രധാനമായും സംഭവിച്ചത് ഈ മരത്തിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങിയപ്പോൾ പിളർന്ന് വീഴുകയായിരുന്നു. അത്തരത്തിൽ വീണ് ഈ 11 kV ലൈൻ ഉൾപ്പെടെ അതിന് മുകളിലൂടെ മരം വീണ് ഒടിഞ്ഞ് അതിൻ്റെ താഴെ പാർക്ക് ചെയ്തിരുന്ന 2 പെട്ടി ഓട്ടോറിക്ഷകളും അതും നശിച്ചു. ഈ റോഡ് സൈഡിലുള്ള ഡിവൈഡറല്ല, നമുക്ക് അറിയാം, ഈ ഫുട്പാത്തിന്റെ അരികിലുള്ള വലിയൊരു ദുരന്തം ഒഴിവായത് തലനാരിടയ്ക്കാണെന്ന് തോന്നുന്നു. കാരണം ഓട്ടോയിൽ ആളുകൾ ഉണ്ടാകാത്തത് ഭാഗ്യമായി. മറ്റൊന്ന് റോഡ് അരികാണ്. വാഹനങ്ങളൊന്നും ആ സമയത്ത് പാസ് ചെയ്ത് പോകാതിരുന്നതും നന്നായി, അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടേനെ. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ വലിയൊരു അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. കാരണം ഈ മരം വീഴുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഒരു ബസ് ഇതുവഴി പാസ് ചെയ്തിരുന്നു. ബസ് കടന്നു പോയതിന് പിന്നാലെയാണ് മരം ഈ കമ്പിക്ക് മുകളിലൂടെ ഈ വാഹനങ്ങൾക്ക് മുകളിലേക്ക് പതിക്കുന്നത്. മരം വീഴുന്ന സമയത്ത് ഈ റോഡിലൂടെ മറ്റു വാഹനങ്ങളില്ലാതിരുന്നു. രാവിലെ വളരെ തിരക്കുള്ള റോഡാണ്. അതായത് തൃശ്ശൂർ നഗരത്തിലേക്ക് വരുന്ന നിരവധി പേർ കിഴക്ക് ഭാഗത്തു നിന്നും ഈ മണ്ണുത്തി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കിഴക്കേക്കോട്ടയിലൂടെ കടന്നു വന്ന് ഈ പ്രവേശിക്കുന്ന വഴിയാണിത്. ഈ വഴിയിൽ എപ്പോഴും തിരക്കുള്ള വഴി കൂടിയാണ്. അവിടെ ഈ മരം വീഴുന്ന സമയത്ത് മറ്റു വാഹനങ്ങൾ താഴെ ഇല്ലായിരുന്നു. ഈ 2 പെട്ടി ഓട്ടോറിക്ഷകൾ ഇവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളാണ്. മറ്റ് വാഹനങ്ങൾ, ഓടുന്ന വാഹനങ്ങൾക്ക് മുന്നിലേക്ക് മരം വീഴാതിരുന്നത് വലിയ അപകടമാണ് ഒഴിവാക്കിയത്. സൂചിപ്പിച്ചതുപോലെ അത്തരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബസ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ കടന്നുപോയ ബസ് ഒരു 2 നിമിഷം വൈകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനടിയിൽ പെടുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ലായിരുന്നു തൃശ്ശൂർ നഗരത്തിലെ ഒരു സ്ഥിതി. ഇന്ന് അത്തരത്തിലൊരു വലിയ ദുരന്തം ഒഴിവായിരിക്കുന്നു മനു. അത് വലിയ ആശ്വാസമാണ് ജനങ്ങൾക്ക്. എന്തായാലും ഈ മരം മുറിച്ച് നീക്കി, പൂർണ്ണമായും ഈ റോഡിലൂടെയുള്ള ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട്. മരം മുറിച്ച് നീക്കി വളരെ പെട്ടെന്ന് തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. അതോടൊപ്പം ഇവിടെയെല്ലാം നമ്മൾ ഈ റോഡിലൂടെയുള്ള ഈ വൈദ്യുത കമ്പികളും വൈദ്യുത പോസ്റ്റുകളുമെല്ലാം ഇനി അഴിച്ച് അത് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. പോസ്റ്റുകളെല്ലാം ഇരുമ്പ് പോസ്റ്റുകളുണ്ട്, അതെല്ലാം വളഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെയുള്ള ഈ ഭാഗത്ത് ആകെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇതെല്ലാം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഈ മരം മുറിച്ച് നീക്കിയ ശേഷം മാത്രമേ ഇതെല്ലാം സാധ്യമാകുമെന്നു. ഇതാണിപ്പോൾ നഗരത്തിലെ സ്ഥിതി. നഗരത്തിലിപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുന്നു. തൃശ്ശൂർ ജില്ലയിൽ ആകമാനം തന്നെ വ്യാപകമായി മഴ തുടരുന്നുണ്ട്. മഴയുടെ തീവ്രത കുറവാണ് എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയൂ. എന്തായാലും ഇത്തരത്തിൽ തന്നെ മഴ തുടർന്നാലും വലിയ അപകട സാധ്യതയുണ്ട്. മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള മഴ പെയ്യുമ്പോഴും വെള്ളത്തിൻ്റെ അളവ് ഉണ്ട്. വെള്ളം ഇറങ്ങി ഉയർന്ന പ്രദേശങ്ങൾ, ഈ ഒരുപക്ഷെ കിഴക്കൻ മേഖല, ചാലക്കുടി, അതിരപ്പള്ളി പോലെയുള്ള മേഖലകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള തുടർച്ചയായ മഴ പെയ്യുമ്പോൾ ഈ ഉരുൾപൊട്ടൽ പോലെയുള്ള സാധ്യതകൾ, മണ്ണിടിച്ചിലിനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭാഗങ്ങളിലേക്ക്, ഇങ്ങനെയുള്ള ഉയർന്ന പ്രദേശങ്ങളിലേക്ക് യാത്രകൾ ഒഴിവാക്കണം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകളെല്ലാം ഒഴിവാക്കണം. ഇത്തരം സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും
മറ്റ് സ്ഥാപനങ്ങളും എല്ലാം അധികൃതരും മുൻകരുതൽ പാലിച്ചിരിക്കണം. ഏത് സാഹചര്യം വന്നാലും നേരിടാൻ തയ്യാറായിരിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. മനു. ശരി. തിയോഫിൻ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മളിപ്പോൾ കണ്ടത് തൃശ്ശൂരിൽ നഗരത്തിൽ ഒരു വലിയ മരം കടപുഴകി വീണിരിക്കുകയാണ്. ആ മരത്തിനടിയിൽ പാർക്ക് ചെയ്തിരുന്ന 2 പെട്ടി ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ് മരം വീണത്. അതിൽ ആളില്ലാതിരുന്നതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മരം വീഴുന്നതിന് 1 മിനിറ്റ് മുൻപ് മാത്രമാണ് ഒരു സ്വകാര്യ ബസ് അതിൻ്റെ അടിയിലൂടെ പാസ് ചെയ്ത് പോയത്. ഒരുപക്ഷെ ആ സമയത്തെങ്ങാനും ഇത് സംഭവിച്ചിരുന്നെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് പോകുമായിരുന്നു. എന്തായാലും അതുണ്ടായില്ല എന്നത് ഏറെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ആ ഓട്ടോറിക്ഷയിൽ ആളില്ലാതിരുന്നതും ഭാഗ്യമായി. വിവരങ്ങളാണ് തിയോഫിൻ തൃശ്ശൂരിൽ നിന്ന് നൽകിയത്. തൃശ്ശൂരിൽ മഴ തുടരുകയാണ്.